വലിയ നീക്കങ്ങളാണ് നടക്കുന്നത് കേട്ടോ. സ്റ്റാലിൻ ഇന്നലെ DMK പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിൽ, MLA-മാരുടെ യോഗത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ സ്ഥിരതയ്ക്ക് വേണ്ടി ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ത് തീരുമാനങ്ങൾ? ബദ്ധവൈരികളായ DMK-യും ADMK-യും കൂടി TVK-യെ എതിർക്കാൻ വേണ്ടി ഒരുമിക്കുന്നു എന്നതാണോ? അങ്ങനെയാണെങ്കിൽ എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കി DMK പുറത്തു നിന്നുള്ള പിന്തുണ നൽകാനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ADMK-യിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോകുമെന്ന് കരുതുന്ന 15 MLA-മാർ TVK-ക്കൊപ്പം പോകുമോ? അവർ പോയാൽ DMK പിന്തുണച്ചിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ബാക്കിയുള്ള എല്ലാവരെയും കൂടി ഒരുമിച്ച് തുരുത്തുകൂട്ടി വേണം തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു വളരെ ദുർബലമായ ഒരു കൂട്ടുകക്ഷി സർക്കാർ ഉണ്ടാക്കാൻ. മറുഭാഗത്ത് TVK 3 മുന്നണികളുടെ മനസ്സേ ആവശ്യമുള്ളൂ. ഒന്ന് CPM, 2 MLA-മാർ, CPI 2 MLA-മാർ, BCK, അതേപോലെ മുസ്ലിം ലീഗ് അങ്ങോട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. നിലവിൽ 107 MLA-മാരാണ് TVK-ക്കൊപ്പമുള്ളത്. 108 ഉണ്ടായിരുന്നെങ്കിലും ട്രിച്ചി കൂട്ടില്ല. കാര്യം 2 ഇടങ്ങളിലാണ് വിജയ് മത്സരിച്ചത്. പണ്ടത്തരമാണ് കാണിച്ചത്. ആ ട്രിച്ചി അപ്പോൾ തന്നെ തൃശയെ അങ്ങ് മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തൃശയും കൂടി ജയിച്ചു വന്നേനെ, 108 ആയേനെ. അങ്ങനെയാണെങ്കിൽ പിന്നീട് 10 MLA-മാരുടെ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഓരോ MLA-മാർക്ക് വേണ്ടിയിട്ട് നെട്ടോട്ടമാണ് TVK എന്നുള്ളത്, അല്ലേ? തമിഴ്നാട്ടിലെ കാണുമ്പോൾ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ചാൽ മതിയായിരുന്നു, അല്ലേ? ഇപ്പോൾ എന്തൊരു ഡിമാൻഡാ.